പിണറായിസത്തിന്റെ നെറുകേടുകളാണ് കേരളത്തിലെ വാർത്തകളിലെ സ്ഥിരം പല്ലവി. അധികാരം കൈമുതലാക്കി പിണറായി സർക്കാർ കാണിക്കുന്ന നെറുകേടുകൾ കണ്ട് കണ്ണടയ്ക്കാനല്ലാതെ കേരളത്തിലെ ജനങ്ങൾക്ക് വേറെ വഴിയില്ല. അധികാരത്തിന്റെ പൂട്ട് കൈമുതലാക്കിയതിന്റെ അഹങ്കാരവും അഹംഭാവവും താഴെയിറക്കാൻ ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ല. സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റാണ്. ഏതവനാണോ ഈ പിണറായിയെ ഇങ്ങനെ കുരങ്ങ് കളിപ്പിക്കുന്നതെന്ന് ചോദിച്ച് 2020 തൃക്കാക്കര മണ്ഡലം സ്ഥാനാർത്ഥി അഖിൽ മാരാർ മാർക്സിസ്റ്റ് പാർട്ടിയെയും പിണറായിയെയും തുറന്നു കാട്ടുകയാണ്. പാലക്കാട്ടെ കോൺഗ്രസ് UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയെ വനിതകൾ തടഞ്ഞുവെച്ചതിനെ ചോദ്യം ചെയ്ത് മുഖ്യമന്ത്രി നടത്തിയ വിമർശനത്തോട് പ്രതികരിക്കുകയാണ് മാരാർ. മാരാരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അതിരൂക്ഷമായി CPM-നെയും ആ പാർട്ടിയുടെ നേതാക്കളെയും വിചാരണ ചെയ്യുന്നുണ്ട്. ഒപ്പം പ്രവർത്തിച്ച കമ്മ്യൂണിസ്റ്റുകാരനെ കമ്മ്യൂണിസം പറഞ്ഞതിന്റെ പേരിൽ അല്ലെങ്കിൽ പിണറായി മുതലാളിമാർക്ക് വേണ്ടി പാർട്ടിയെ വിറ്റവനാണെന്ന് പറഞ്ഞ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റായ TP ചന്ദ്രശേഖരനെ 2 വർഷം കാത്തിരുന്ന് 51 വെട്ട് വെട്ടിക്കൊന്ന ഒരു പാർട്ടിയുടെ അന്നത്തെ സെക്രട്ടറി പറയുന്നു BJP വളർന്നാൽ പിഷാരടിയെ തടഞ്ഞത് ആവർത്തിക്കുമെന്ന്. മുഖ്യമന്ത്രി മറന്നുപോയെങ്കിൽ അറിയാൻ 1980കളിലെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം ഒന്ന് പറയാം. എതിർക്കുന്നവനെ ബോംബെറിഞ്ഞും വെട്ടിക്കൊന്നും ഇല്ലാതാക്കിയ കാലം. സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ CCTV-യോ സാമൂഹിക മാധ്യമങ്ങളോ ദൃശ്യമാധ്യമങ്ങളോ ഇല്ലാതിരുന്ന കാലം. അധികാരം, ആൾബലം എല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്വന്തമായിരുന്ന കാലം. അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 10 ലക്ഷം സഖാക്കളെ മനസ്സുറപ്പ് കൊണ്ടും ആത്മധൈര്യം കൊണ്ടും കണ്ണൂരിൽ നേരിട്ടത് കൂടിപ്പോയാൽ 10,000 പേരിൽ താഴെയുള്ള ഒരു പ്രസ്ഥാനത്തിലെ പ്രവർത്തകരാണ്. ആ പ്രസ്ഥാനത്തിന്റെ പേര് RSS. അവർക്ക് നിങ്ങളെ തടയാൻ ഒരധികാരവും വേണ്ട എന്ന് പലകുറി തെളിയിച്ചു തന്നതുമാണ്. പഞ്ചായത്ത് മെമ്പർ പോലും ആവും എന്ന് കരുതി മുന്നോട്ട് പോയവരല്ല അവർ. അവരുടെ കർമ്മമാണ് ഇന്നത്തെ BJP-യുടെ വളർച്ച. ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടി. എവിടെയെങ്കിലും ഇൻകിലാബ് സിന്ദാബാദ് വിളിക്കാൻ 50 പേരുണ്ടെങ്കിൽ ആ പ്രദേശത്തെ മറ്റുള്ളവരെ പ്രവർത്തിക്കാൻ സമ്മതിക്കാത്ത ഫാസിസ്റ്റ് പാർട്ടി ആരാണ് സഖാവേ? ഇന്നും മറ്റു പാർട്ടികൾക്ക് കയറി ചെല്ലാൻ പറ്റാത്ത പാർട്ടി ഗ്രാമങ്ങൾ ഉള്ളത് ആർക്കാണ് സഖാവേ? എതിർ രാഷ്ട്രീയ പ്രവർത്തകരെ ഭയപ്പെടുത്തി ഓടിച്ച ശീലം ആർക്കാണ് സഖാവേ? ഉത്തരേന്ത്യയിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യാൻ BJP സമ്മതിക്കുന്നില്ല എന്ന് നാളിതുവരെ ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞതായി കേട്ടിട്ടുണ്ടോ? BJP ഞങ്ങളെ വെട്ടിക്കൊല്ലുന്നു എന്ന് ഏതെങ്കിലും പാർട്ടി ഉത്തരേന്ത്യയിൽ പറഞ്ഞിട്ടുണ്ടോ? BJP-യുടെ മൂക്കിന് കീഴിൽ കിടന്ന അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടിയെ കായികമായി ഒരിക്കലെങ്കിലും BJP പ്രവർത്തകർ നേരിട്ടോ? എന്തിന് SFI കിടന്നു തെളിക്കുന്ന JNU-വിൽ പുറമെ നിന്ന് ഏതെങ്കിലും BJP RSS നേതാക്കൾ കയറി കുട്ടികളെ മർദ്ദിച്ചിട്ടുണ്ടോ? കേരളത്തിലെ ക്യാമ്പസിൽ KSU കുട്ടികളെ അടിക്കാൻ വരുന്നത് മുഴുവൻ പുറത്തുനിന്നുള്ള CPM DYFI ഗുണ്ടകളാണ്. കേരളത്തിൽ നിങ്ങളുടെ വെട്ടുകൊണ്ട് പ്രവർത്തകർ മരിക്കാത്ത ഏതെങ്കിലും പാർട്ടിയുണ്ടോ? CPI-കാരനെ, ലീഗുകാരനെ, കോൺഗ്രസുകാരനെ ആരെയാണ് എതിർത്താൽ നിങ്ങൾ കൊല്ലാതെ വിട്ടിട്ടുള്ളത്? വല്ലാത്ത തിളപ്പെടുക്കല്ലേ സഖാവേ? കാലം മാറി. ജനങ്ങളെ പറ്റിച്ച് മുന്നോട്ട് പോയ കാലമല്ല ഇത്. ഇനി പിഷാരടിയെ സ്ത്രീകൾ തടഞ്ഞത് എന്തിനാണെന്ന് അങ്ങൊന്ന് അന്വേഷിക്കേ. ഫാസിസം മാത്രം പ്രവർത്തിച്ച് ശീലിച്ച ഒരു മാടമ്പിയുടെ മാടപ്രാവ് കളിയൊക്കെ കണ്ടാൽ പഴയതെല്ലാം ഞങ്ങൾ മറക്കണം. ജീവിതകാലം മുഴുവൻ മക്കളെ സ്വന്തം ഇഷ്ടത്തിനു വേണ്ടി ഗുണ്ടകളാക്കി അവരുടെ ജീവിതം തകർത്തിട്ട് കുഴിയിലേക്ക് ഇറങ്ങാൻ സമയമായപ്പോൾ 500 ഗേറ്റ് തുറന്നു കൊടുത്തിട്ട് പറയുക കയറിവാടാ മക്കളേന്ന്. ഏതവനാണോ ഈ പിണറായിയെ ഈ വിധം കുരങ്ങ് കളിപ്പിക്കുന്നത്?